ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും കൂടി എറണാകുളത്തോട്ട് പോകാൻ പോകട്ടോ. എറണാകുളത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയാണ് കൊച്ചനും കുഞ്ഞൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകാൻ പോവാം. അപ്പം ഞാൻ ജസ്റ്റ് ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നേ ഉള്ളൂ. ഇനി എനിക്ക് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ബാക്കിയുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സെല്ലാം പറക്കി ബാഗിൻ്റെ അകത്ത് അടുക്കണം. എല്ലാ സാധനങ്ങളും പറക്കി ഇവിടെ വച്ചേക്കുന്നുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം കൊണ്ടുപോകാനുള്ളത്. പക്ഷേ ഈ സാധനം ബാഗ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ് ഇതാണ്. അപ്പോൾ ഇന്ന് കോളേജിൽ പോകണമായിരുന്നു, പോയിട്ട് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഒന്നും പറക്കി വെച്ചില്ല. നല്ല പിന്നെ മെനക്കെടാൻ നിന്നില്ല, അതാണ് സത്യം. അപ്പോൾ തളർന്നു ഗൈസ്. ഞാൻ ആക്ച്വലി കോളേജിൽ കിടന്ന് ചല്ലി അരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനത് ഷേപ്പ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ആക്ച്വലി ഇറങ്ങി ഓടിയത്. അപ്പോൾ ചല്ലി അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ വിയർത്ത് കുളിച്ചെൻ്റെ മുടിയൊക്കെ ഫുള്ള് നനഞ്ഞു. പക്ഷേ ഇനി കുളിക്കാനുള്ള ടൈമില്ല. അപ്പോൾ വിചാരിച്ച് അന്ന് പോയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് മേല് മാത്രം ജസ്റ്റ് കഴുകിയതേ ഉള്ളൂ. തലയൊക്കെ നനഞ്ഞിരിക്കുന്നു, ഭയങ്കര ഇറിറ്റേഷൻ. പക്ഷേ ഇനി കുളിച്ചാൽ ഉണങ്ങത്തുമില്ല, അത് പിന്നെ അടുത്ത പണിയാവും. അതുകൊണ്ട് പിന്നെ വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇടാനുള്ളത് എൻ്റെ കരി, അതൊക്കെ സംഭവങ്ങളൊക്കെയാണ്. കരി, ഐബ്രോ പെൻസിൽ, മസ്കാര, ഐലൈനർ, ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ മരുന്ന് എടുക്കാം. മരുന്ന് വാങ്ങുന്നുണ്ട്, അതെനിക്ക് പണിയിട്ടു. ഈ ബാഗിൻ്റെ അകത്ത് പേഴ്സും എൻ്റെ ഇയർപോഡും, പിന്നെ നമുക്ക് ഈ ലിപ്സ്റ്റിക്കും എടുക്കാമെന്ന് വെക്കാം. പ്രത്യേകിച്ച് ആവശ്യം വരില്ല, ഞാൻ എടുക്കില്ല. ബ്രേസ്ലെറ്റ് പൊട്ടിക്കാൻ പറ്റുള്ള ഗൈസ്. അപ്പം വിളിക്കണം, ഒരു മിനിറ്റ്. ഞങ്ങൾ അമ്മയുടെ കടയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, ഡ്രസ്സ് സൈഡ് എടുപ്പിക്കാനായിട്ട്. ഇനി ഓട്ടോ തപ്പിപ്പിടിച്ച് ഓട്ടോയിൽ കയറി പോകണം. അപ്പോഴത്തേക്കും അവരങ്ങ് കടയിൽ വരും. എന്നിട്ട് പിന്നെ കാറി കയറി റെയിൽവേ സ്റ്റേഷനിൽ പോകും. നല്ല വെയിൽ. ഇതിനൊക്കെ എടുത്ത് വെച്ച് ഉണ്ട സാധനം ഞാനത് ബാഗിലെടുത്ത് വെച്ച് ഉണ്ട്. ഈ സാധനത്തിന് ഞാനിതെടുത്ത്, പിന്നെ ഒരു 5 എണ്ണം കല്ലൂസിന് വേണ്ടിയിട്ടെടുത്ത്. അവളെന്നെ വിളിച്ചത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരു 5 എണ്ണം എടുത്ത്. പിന്നെ ഞാനൊരു ക്ലിപ്പും എടുത്ത്. അച്ഛനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. കടയിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് ഇറങ്ങി. പിന്നെ അച്ഛൻ കാറും കൊണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. കേൾക്കാമോ എന്തോന്ന് അറിഞ്ഞുകൂടാ. ഇതാ വന്നിറങ്ങി. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ എത്തിയതാ. കാറ് പാർക്ക് ചെയ്യാൻ പോവാ. ഇനി ബാഗും സാധനങ്ങളും ഒക്കെ എടുക്കണം. അപ്പം അച്ചാച്ചനും അമ്മമ്മയും എന്തോ ഞങ്ങളെയും കാത്തു പോകാൻ. ഞങ്ങളുടെ ട്രെയിൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലെന്നാണ് വിചാരിച്ചത്. പക്ഷെ അല്ല ഗൈസ്, 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പം 4ലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളങ്ങനെ പോകുന്നു. ഉറങ്ങാനായിട്ട് മണ്ടേ കയറിയത് ഗൈസ്. ഇപ്പോഴത്തേക്ക് ഒക്കെ തൊട്ട് മുകളിൽ അച്ഛനെ കിടക്കും. അച്ഛൻ്റെ കാര്യങ്ങൾ ചക്കൂക്കെ വരി തുടങ്ങി. ഞാൻ ചെടിയിൽ സാധനം വെച്ചേക്കുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ട്രെയിൻ എന്തോ പോകണതാണ്. ഞാൻ വെളിയിലൊക്കെ ട്രെയിൻ കാണുന്നത് ഒരു സാധനം ഓടിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അച്ഛൻ്റെ സൗണ്ടാണെന്ന്. എറണാകുളം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. മഴ ജാനുവരി गाड़ी नंबर 1, 2, 6, 9, 8 ट्रिवांड्रम चेन्नई सुपरफास्ट एक्सप्रेस एर्नाकुलम जंक्शन प्लेटफॉर्म नंबर 1 पर खड़ी है. നല്ലോണം ലേറ്റായി. മെട്രോയും തപ്പി പോവുക. കിട്ടുമെന്ന് അറിഞ്ഞൂടാ. കിട്ടിയില്ലെങ്കിൽ ഓട്ടോ പിടിക്കലേ രക്ഷയുള്ളൂ. എന്തായാലും നോക്കാം. ടിക്കറ്റ് കിട്ടിയ പോകുന്നു. ഇനി ആകെ 6-7 മിനിറ്റേ ഉള്ളൂ.
പെട്ടെന്ന് പോണം. മമ്മി ആദ്യമേ ഓടിക്കേറി. Karavantara. Posters and banners in the metro premises is strictly prohibited. Metro പരിസരത്ത് മുദ്രാവാക്യം. നല്ല ഭംഗിയുണ്ട് ഗൈസ് പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫേസ് മാത്രമേ കാണാവുള്ളൂ. പക്ഷേ നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നില്ലേ? നല്ല ഭംഗിയുണ്ട് പുറം കാണാൻ വേണ്ടിയിട്ട്. തൃപ്പൂണിത്തറയ്ക്ക് ടിക്കറ്റ് എടുത്തെങ്കിലും ഞങ്ങൾ വടക്കേക്കോട്ടയിൽ ഇറങ്ങി കൊച്ചിച്ചൻ വിളിക്കാൻ വരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വടക്കേക്കോട്ടയിൽ ഇറങ്ങി. കൊച്ചിച്ചിപ്പോൾ വരും. പുറത്ത് നല്ല മഴ. കൊച്ചിച്ചിപ്പോൾ വരും. അതുവരെ വെയിറ്റ് ചെയ്യണം. നല്ല മഴ. പക്ഷെ കൊച്ചിച്ചൻ വന്ന് കണ്ട ഞാനും മുത്തപ്പനും പാറും അച്ചാച്ചനും അമ്മാമ്മയും കൂടി കാറി കയറി. അവരെ അച്ഛനെയും അമ്മയും അപ്പയും കൂടെ ഓട്ടോയിലും പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വീടെത്തി. മണി 11:15 വീടെത്തി ഗൈസ്. ഞാനൊരു മനുഷ്യനെ കുരുത്തം കെട്ട നെടുമങ്ങാടത്തെ കുരുപ്പ് ഇതാണെങ്കിലും പക്ഷെ വരുമ്പോഴത്തേക്കും ഇതാണ് ഏറ്റവും വലിയ കുരുത്തം കെട്ട കുരുപ്പ്. കണ്ടില്ലേ? ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണം. ഞങ്ങൾക്കുള്ള ഫുഡ് ഇത് അമ്മാമ്മ കൊണ്ടുവന്ന മാങ്ങ. അയ്യോ കുരുങ്ങി. അറ്റ് ലാസ്റ്റ് റൂമിലെത്തി. ഉപ്പ ഇനി വേഷമൊക്കെ മാറിയൊന്ന് മേല് കഴുകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ചിലപ്പം കഴുകും. മൂടുണ്ടെങ്കിൽ കഴുകും, ഇല്ലെങ്കിൽ ഇല്ല. അമ്മേ ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. നിന്റെ മിസ്റ്റേക്കാ. സമയം 12 മണിയായി ഗൈസ്. ഉറക്കം വരണം. കിടന്നോനെ ഉറങ്ങിട്ട് കഴിച്ച് കണ്ണൽ ഊരാൻ നോക്കണേ. പക്ഷെ ഊരാൻ പറ്റുന്നില്ല. വേറെ എവിടേക്കോ കയറിപ്പോകും. അപ്പോൾ ഇനി കിടന്ന് ഉറങ്ങുക. അവൾമാർ കഴിച്ചിട്ട് കയറി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് പോകുന്നു. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് കിടക്കാൻ സ്ഥലം കിട്ടൂല. തറയിൽ കിടക്കാൻ വയ്യ. നല്ല നടുവേദന. ഇന്നലെ തൊട്ട് ട്രെയിനിലൊക്കെ എങ്ങനെ ഇരുന്ന് വന്നെന്ന് എനിക്ക് മാത്രം അറിയാം. നല്ല നടുവേദന. അപ്പം കിടന്ന് ഉറങ്ങാൻ പോണ്. ബൈ ഗൈസ്.